ഇന്നത്തെ മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് മെറ്റ ആൻഡ്രോമയുടെ അപ്ഡേറ്റിനെ പറ്റിയാണ്. അതായത് നമ്മളിപ്പോ അഡ്വർടൈസിങ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എത്രത്തോളം സിമ്പിൾ ആയിട്ട് ഇന്നത്തെ ഓഡിയൻസും ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പൊ മെറ്റ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ടെക്നിക്കൽ സ്കില്ല് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് അത്യാവശ്യം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതോ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം ചെയ്താൽ മതി. അതായത് ഇപ്പോ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് മെയിൻ ആയിട്ടും പറയാനുണ്ടെങ്കിൽ നമ്മള് പണ്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ഓഡിയൻസിനെ സെറ്റ് ചെയ്യണ പറഞ്ഞു. അതായത് ഇപ്പോ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഏതിലും സോളാർ ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ആണെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഓപ്ഷൻ ആയിരുന്നു. അതായത് നമ്മളിപ്പോ ആഡ് അതായത് നമ്മുടെ വീഡിയോയോ അല്ലെങ്കിൽ നമ്മുടെ ഇമേജോ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മളൊരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഓഡിയൻസിലേക്ക് പോകും. അതിനകത്ത് ആഡിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പ്രൊഡക്റ്റ് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് മെൻഷൻ ചെയ്താൽ പോലും കറക്റ്റ് ഓഡിയൻസിലേക്ക് അത് ചെല്ലുമായിരുന്നു. അതിനകത്ത് മാനുവൽ ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ഒക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു ടൈമിനകത്ത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം എ രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എത്രത്തോളം ക്രിയേറ്റീവ് പെർഫെക്റ്റ് ആണ്. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എത്രത്തോളം പെർഫെക്റ്റ് ആണോ ആ രീതിയിലായിരിക്കും അത് നടക്കുക. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളുടെ നല്ലൊരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ പോലും അതായത് നല്ല ക്രിയേറ്റീവ് അല്ല ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ നല്ലൊരു ക്രിയേറ്റീവ് വെച്ചിട്ട് ചെറിയൊരു ഓഡിയൻസിലേക്ക് എത്തിയാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഇപ്പോ നമ്മുടെ ഈ ഒരു മെറ്റ വർക്ക് ചെയ്യണത്. അതായത് ഇപ്പൊ അവരെങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണെന്ന് ഓർത്തോ. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെ കണ്ടന്റ് ആദ്യം തന്നെ മെറ്റ കളക്ട് ചെയ്യും. അതിന്റെ അത് ആഡ് ആണോ റീൽസ് ആണോ അത് പോസ്റ്റ് ആണോ ഏതൊക്കെ അത് പ്ലാറ്റ്ഫോമിൽ ചില സ്ഥലത്ത് നമുക്കറിയാം ഫേസ്ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ കാണിക്കും. ചില സമയത്ത് അത് സ്റ്റോറീസിൽ കാണിക്കും. ചില സമയത്ത് റീൽസിന്റെ സെക്ഷനിൽ കാണിക്കും. അപ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അത് കാണിക്കേണ്ടതെന്നുള്ളത് മെറ്റ ആദ്യം തന്നെ അനലൈസ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് നമ്മുടെ എത്ര ആൾക്കാരിലേക്ക് അത് കാണിക്കണം എന്നുള്ളത് മെറ്റ അനലൈസ് ചെയ്തതിന് ശേഷം മെറ്റ തന്നെ ഒരു റാങ്കിങ് കൊടുക്കും. ഓക്കെ, ഈ ആഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 സെക്കൻഡിനുള്ളിൽ ഇത്ര പേരിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ആഡ് കറക്റ്റ് ഓഡിയൻസ് തന്നെയാണെന്നുള്ളത് മെറ്റക്ക് മനസ്സിലാവാൻ പറ്റും. അതങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യും. അതായത് മെയിൻ ആയിട്ട് മെറ്റ ഫോക്കസ് ചെയ്യണത് ആൾക്കാരത് സ്ക്രോൾ ചെയ്യണ്ടെന്നാണെന്ന് അറിയാം. നമ്മളിപ്പോ ചില പരസ്യങ്ങൾ നമ്മൾക്ക് അറിയാം. നമ്മൾ പരസ്യങ്ങളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യും. അതേസമയം ഒരാളൊരു റിവ്യൂ പോലെയോ അല്ലെങ്കിൽ അയാളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഞാൻ മുൻപ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കും. അതായത് ആദ്യത്തെ 3 സെക്കൻഡ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ആരൊക്കെ വാച്ച് ചെയ്യണമെന്ന് മെറ്റ അനലൈസ് ചെയ്യും. അതിനകത്ത് ആരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോസ് ആരൊക്കെ സേവ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് വെബ്സൈറ്റ് വഴി ആരൊക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും മെറ്റ. ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ആഡ് പെർഫോം ചെയ്യേണ്ടത്. അതായത് ഇപ്പോ നമ്മൾ കൊടുക്കുന്ന വീഡിയോയിലെ കണ്ടന്റ് ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ വിഷ്വലി കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂലോ. അതിനകത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെന്നെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെറ്റ അനലൈസ് ചെയ്യും. അതിനകത്ത് സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളമാണോ തമിഴാണോ ഇംഗ്ലീഷ് ആണോ അതനുസരിച്ചിട്ട് ആ രീതിയിലുള്ള ഓഡിയൻസിലേക്ക് അത് കൊണ്ടുകൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. അതായത് നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയിലെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് വേണ്ടെന്ന് പറയുന്ന മെയിൻ കാരണം അത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ വീഡിയോ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓഡിയോയും കൂടി കൊടുക്കണമെന്ന്. ഓഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വെച്ചിട്ട് സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കാം. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ കീവേഡ്സ് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു സോളാറിന്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി എന്നുള്ള കറക്റ്റ് പറയുമല്ലോ, ആ വേർഡ് പിടിച്ചെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓഡിയൻസിലേക്ക് അത് ചെല്ലുന്നുള്ളതാണ്. മലയാളമാണ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മലയാളം ഓഡിയൻസിലേക്ക് അത് തന്നെ ചെല്ലും. ഇപ്പൊ അതിനകത്ത് നമ്മൾ അതിന്റെ പ്രൈമറി ടെക്സ്റ്റ് ഇപ്പൊ മെയിൻ ആയിട്ടും എന്റെ അടുത്ത് പറഞ്ഞത് 2-3 പേര് പറഞ്ഞത് ഓഡിയൻസ് കറക്റ്റ് അല്ല ഹിന്ദിക്കാര് വരുന്നെന്നുള്ളതാണ്. അവരുടെ ആഡ് ശ്രദ്ധിച്ച സമയത്ത്
വീഡിയോയിൽ ജസ്റ്റ് ഒരു മ്യൂസിക്കും ഹെഡിങ് ആണ് ജസ്റ്റ് ഒരു 1 ലൈൻ ഇംഗ്ലീഷ് സെന്റൻസ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് മെറ്റക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് ഡേറ്റാസ് കൊടുത്താൽ മാത്രമാണ് അത് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് ഇടുന്നത്. നമുക്ക് മലയാളികളെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഹുക്ക് പോയിന്റ്, അതായത് പ്രൈമറി ഹെഡിങ്ങിൽ മലയാളം നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കീവേഡ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ചെറുതായിട്ടെങ്കിലും പറയാം. പിന്നെ വീഡിയോ പെർഫെക്റ്റ് ആക്കുക. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ കമന്റ് ചെയ്യണ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെ മെറ്റ മനസ്സിലാക്കിയിട്ട് അവരുടെ സ്വഭാവം നോക്കും. അതായത് അവർ ഇന്ന കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ പോലുള്ള ആൾക്കാരെ അത് കണ്ടെത്താൻ നോക്കും, അവരിലേക്ക് ആഡ് വർക്ക് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് മെറ്റ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡീറ്റെയിൽ ടാർഗറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ ക്രിയേറ്റീവ് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എത്രത്തോളം ക്ലിക്ക് നമ്മുടെ വീഡിയോസിന് കിട്ടുന്നുണ്ടോ ആ രീതിയിലായിരിക്കും അത് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള നല്ല വീഡിയോസ് തന്നെ വേണം എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോശം ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിന് നമ്മൾ ചെയ്യണം എന്താ, അത് സ്ക്രോൾ ചെയ്യൽ നിർത്തും. അല്ലെങ്കിൽ നമ്മളത് അപ്പൊ തന്നെ അതിനകത്തൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് പോലും ആൾക്കാർ വാച്ച് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 75% വാച്ച് ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അവർ വാങ്ങിക്കും എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ പരസ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തണം, നല്ല രീതിയിൽ ആ കണ്ടന്റ് ഫുൾ ആയിട്ടും വാച്ച് ചെയ്യണം, നല്ല ഈ ഡെലിവറി കിട്ടണം, സെയിൽസ് കിട്ടണം. നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു പരസ്യം റൺ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വീഡിയോ ആൾക്കാർ കാണാനാണ്. അവിടെ സെയിൽസ് അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, വീഡിയോ കാണാനാണ്. കാരണം വീഡിയോ ഫുള്ളായിട്ടും കണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ മെറ്റേനെ സംബന്ധിച്ചിട്ട്, ഫേസ്ബുക്കിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്നത്തെ കാലത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു, കുറച്ച് നാൾ മുമ്പ് ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഒരു പോസ്റ്റർ ഇട്ടിട്ട് ജസ്റ്റ് മ്യൂസിക് ഇട്ട് ഷെയർ ചെയ്താൽ പോലും ആളുകളിലേക്ക് അത് എത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നല്ല വീഡിയോ ആണെങ്കിൽ മാത്രമാണ് അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. പെർഫെക്റ്റ് ടാർഗറ്റിംഗ് ആണെങ്കിൽ പോലും, പെർഫെക്റ്റ് ടാർഗറ്റിംഗ് സത്യം പറയുന്നത് ഇപ്പൊ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചെയ്യാം, ഒരു ലൊക്കേഷൻ നമുക്ക് ചെയ്യണം. അതായത് ഇപ്പോ ബ്രോഡ് ഓഡിയൻസ്, അതായത് ഇപ്പോ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ആളിലേക്ക് പോകും. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത് നമുക്ക് മലയാളികൾ മാത്രമാണ്. മലയാളികൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്ററിലുള്ളവർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇത് ചെയ്യണം. ബ്രോഡ് ഓഡിയൻസ് നമ്മൾ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ ശരിക്കും സെറ്റ് ചെയ്യണമെന്ന് മെയിൻ ആയിട്ടും ഏജ് സെറ്റ് ചെയ്യുക, ലൊക്കേഷൻ സെറ്റ് ചെയ്യുക, നമ്മുടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് നല്ല രീതിയിൽ അറ്റൻഷൻ കിട്ടിയാൽ മാത്രമാണ് ആ ഒരു ആഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഇതിനൊരു സ്റ്റാർ കൊടുക്കുകയാണ്, ഒരു 5 സ്റ്റാർ 4 സ്റ്റാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ക്രിയേറ്റീവ്സ് നമ്മൾ നിർബന്ധമായിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓഫർ എന്ന് പറയുമ്പോൾ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ ഇവന്റ് വെച്ചപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞ, നമ്മൾ 1 ഡേ ഒരു ഓഫ്ലൈൻ ഇവന്റ് വെക്കുന്നുണ്ട്, നിങ്ങളുടെ മെറ്റാഡ്സ് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് തരും, ബേസിക് പഠിപ്പിച്ചു തരും, ഇത്ര എമൗണ്ട് നമ്മളൊരു ഓഫർ അവിടെ പ്രൊവൈഡ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാണ് 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇന്നൊരു മെറ്റാ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാറ്ററിയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ഈ ഒരു ബാറ്ററി അവൈലബിൾ ആയിരിക്കും. ഡ്രസ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫർ. അതിൽ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് വാങ്ങിക്കുന്ന ആൾക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അതായത് ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിസ്കൗണ്ട് അല്ല ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ വാങ്ങിക്കുന്ന ആൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നമ്മൾ ഓഫർ ചെയ്യണത്, ആ രീതിയിൽ ചിന്തിക്കുക കേട്ടോ. അപ്പൊ ആ 2 കാര്യങ്ങളും എത്രത്തോളം ഭംഗിയായിട്ടുണ്ടോ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ അഡ്വർടൈസിങ് ചെയ്യാനായിട്ട്, വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ഇതിനകത്തായിരിക്കും ആളുകൾ, ഓഡിയൻസ് കാണാം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് കാണുന്നത്. നമ്മളൊരു കസ്റ്റമറിന്റെ രീതിയിൽ ചിന്തിക്കാം. നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് നമ്മൾ നോക്കി കാണുന്നത്, അതേ മോഡൽ വീഡിയോസ് നമ്മൾ ചെയ്താലാണ് ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഏതെല്ലാം വീഡിയോസ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്തതിന് ഉറപ്പായിട്ട് അത് സ്കിപ്പ് ചെയ്യും. പിന്നെ ഇപ്പോ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ മെറ്റ അനലൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ലാൻഡിംഗ് പേജ്. അപ്പൊ ചില ആൾക്കാർ അവരുടെ പ്രൊഡക്റ്റ് വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലേക്കോ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോന്ന് പറയുമ്പോൾ
ലാൻഡിംഗ് പേജ് നല്ല രീതിയിൽ അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവണം, അത്യാവശ്യം സ്പീഡ് ഉണ്ടാവണം. ആ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ പരസ്യം വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതിനകത്ത് ലാൻഡിംഗ് പേജ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിക്സൽ എന്ന് പറയുന്നത്. പിക്സൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യും. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വീഡിയോസ് ഉണ്ട്, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് മതി എന്നുള്ളതാണ്. വലിയ രീതിയിൽ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിന് ഇന്നത്തെ കാലത്ത് ഒരു 1 സ്റ്റാർ കൊടുത്താൽ മതി. അതായത് അത്രയും പോലും ഫോക്കസ് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ അത്രത്തോളം സിമ്പിൾ ആക്കിയിട്ടാണ് മെറ്റപ്പ് പറയുക. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റിനെ ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നത് എത്രത്തോളം ഭംഗിയാക്കാമോ ആ രീതിയിൽ ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മെറ്റയുടെ ആഡ് കോസ്റ്റ് വളരെയധികം കുറയും എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. 50 ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് ആംഗിൾസ്. ഈ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ മെയിൻ ആയിട്ട്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ പ്രശ്നമാണ് പറയണമെന്നുണ്ടെങ്കിൽ ആളുകൾ അത് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അതൊരു കഥാരൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു മിസ്റ്റേക്ക് ചെയ്തപ്പോൾ എന്റെ പ്രൊഡക്റ്റിന് ഇന്നൊരു കാര്യം വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. ഇപ്പൊ ഒരു നമ്മൾ ഹെൽത്ത് ഡയറ്റ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡിക്ക് ഇങ്ങനെ വീക്കം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ കാരണം. അപ്പൊ അവർ ആ ഒരു 3 സെക്കൻഡിനുള്ളിൽ ആ കാര്യങ്ങൾ പറയണം. അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ ജസ്റ്റ് ഇത് എന്താണ് സംസാരിക്കണെന്ന് പറഞ്ഞിട്ട് എത്രത്തോളം മിനിറ്റ് ഉണ്ടോ അത്രയും നമ്മൾ നോക്കിയിരിക്കണം അല്ലെ. അപ്പൊ ആ രീതിയിൽ അവരെ പിടിച്ചിരുത്തണ 3 ഓഡിയൻസിൽ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ശരിക്കുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ള സമയത്ത് ഈ പ്രൊഡക്റ്റിന് ഇതേപോലെയുള്ള 15 ആംഗിളിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരു 15 വീഡിയോസ്, അതായത് ഈ ഇത്രയും ആംഗിൾസ്, ഇതിനകത്ത് പല ടൈപ്പ് ആംഗിൾസിന്റെ പ്രോബ്ലംസ് പറയണതുണ്ട്, സ്റ്റോറി പറയുന്ന രീതിയിലുണ്ട്, മിസ്റ്റേക്ക് പറയുന്ന രീതിയിലുണ്ട്, ബിഫോർ ആഫ്റ്റർ, ഇതെല്ലാം ഈ രീതിയിൽ. അതായത് നമ്മൾ ഈ രീതിയിലുള്ള 15 ആംഗിൾസിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോസ് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ വീഡിയോസിൽ നിന്ന് അതിനകത്ത് 3 വീഡിയോസ് വിന്നിങ് വീഡിയോസ് സെലക്ട് ചെയ്ത് അത് വേണം സ്കെയിലപ്പ് വരെ ചെയ്യാനായിട്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉള്ളൂ. അതായത് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു 15 ആഡ്സ് നമ്മൾ എടുക്കുക. ആ 15 ആഡ്സിന് നമ്മൾ ഡിഫറെന്റ് ഹുക്ക് പോയിന്റ്, അതായത് ഇപ്പൊ ഓൾറെഡി പറഞ്ഞ അതേ രീതിയിലുള്ള ഈ 15 രീതിയിലുള്ള ഹുക്ക് പോയിന്റ്, മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു ഓഡിയൻസിനെ വിളിച്ചിട്ട് ആ രീതിയിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഓരോരോ വീഡിയോസ് ഉണ്ടാവുള്ളൂ, ഓരോ ടൈപ്പുള്ള വീഡിയോ. അങ്ങനെ 15 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാനാണ് മെറ്റ പറയണത്. അതൊരു 3 ദിവസം തൊട്ട് 7 ദിവസം വരെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾക്കൊരു 3 വിന്നിങ് വീഡിയോസ് കിട്ടും. വിന്നിങ് വീഡിയോസ് ഒക്കെ കിട്ടണ എങ്ങനെയാ, നമ്മൾ അവിടെ നോക്കുന്നത് നമ്മുടെ ഇമോഷൻസ് അല്ല, നമ്മളവിടെ കുറെ മെട്രിക്സിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് വാച്ച് ചെയ്തു, നമ്മുടെ വീഡിയോക്ക് റീച്ച് ഉണ്ടോ, അല്ലെങ്കിൽ വീഡിയോ വന്നിട്ട് ആൾക്കാർ റിപ്ലൈ വരുന്നുണ്ടോ, നമ്മൾക്ക് എത്ര മെസ്സേജ് കിട്ടി, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഈ രീതിയിൽ നമ്മുടെ വീഡിയോസിനെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീഡിയോസ് മാത്രം എടുത്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിനകത്ത് ഇപ്പൊ 100 രൂപയാണെന്നുണ്ടെങ്കിൽ അത് പയ്യെ 20% തൊട്ട് 30% പറ്റി ഒരു 24 മണിക്കൂർ വെച്ച് പയ്യെ കയറ്റി കൊണ്ടുപോകാന്നുള്ളതാണ്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ വിന്നിങ് ആഡ്സ് നിങ്ങളിപ്പോ അതായത് നമ്മൾ ഉടനെ സ്കെയിലപ്പ് അല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് 3 ദിവസം തൊട്ട് 7 ദിവസം വരെ. ഇപ്പൊ പലരും പറയണ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ മെറ്റ് വന്നിട്ടോ ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തീർന്നു പോയി. അങ്ങനെയല്ല, മെറ്റക്ക് ടൈം വേണം. ടൈം വേണം എന്ന് പറയുമ്പോൾ അവര് നമ്മളുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കണം, നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കണം. അപ്പൊ ഒരു 3 ദിവസം തൊട്ട് 7 ദിവസം വരെ അവര് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 15 ടൈപ്പ് വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വിജയിക്കുന്ന വീഡിയോ മാത്രം എടുത്തിട്ട് പ്രൊഡക്റ്റ് സ്കെയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക്, അപ്പൊ അതിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ പരസ്യങ്ങൾ കൊടുക്കുകയോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എമൗണ്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നഷ്ടമാവാണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മെറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എത്രത്തോളം നല്ല രീതിയിൽ ആ പരസ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. അതല്ല ഇതൊന്നും മനസ്സിലാക്കാണ്ട് ചെയ്യുന്ന വ്യക്തികളുടെ പൈസ അവരെന്തായാലും, അവരും ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം, അവർക്കും പ്രോഫിറ്റ് വേണമല്ലോ. അപ്പൊ അവർ ആ രീതിയിൽ അവർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിന്റെ ഒരു മോണിറ്ററിങ് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ 15 വീഡിയോ കൊടുത്തു എന്ന് പറഞ്ഞു. 15 വീഡിയോ കൊടുത്തതിന് ശേഷം നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും അതിന്റെ മെട്രിക്സ് നോക്കണം. അതായത് എത്ര എമൗണ്ട് അതിനകത്ത് സ്പെൻഡ് ചെയ്തു, അതിനകത്ത് എത്ര റിസൾട്ട് ഉണ്ട്, ലീഡ്സ് കിട്ടിയത് എത്രയാണ്, അതിനകത്ത്
ക്ലിക്ക് ത്രൂ റേറ്റ്, ഒരാൾ ക്ലിക്ക് ചെയ്തതിനുള്ള പൈസ എത്രയുണ്ട്, അതുപോലെ തന്നെ ഒരു ലീഡ് നമുക്ക് വന്നതിനുള്ള പൈസ എത്രയുണ്ട്, ഈ കാര്യങ്ങൾ മാത്രം നോക്കുക, അതിന്റെ റിസൾട്ട് നോക്കുക. ഇത്തരം കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. ഇത്ര നോക്കിയതിന് ശേഷം ഒരാഴ്ച ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് അത്ര രീതിയിൽ വർക്ക് ചെയ്യാത്ത നമ്മൾ ക്യാമ്പയിൻസ് എന്ത് ചെയ്യണം, നമ്മളത് ക്യാമ്പയിൻസ് അല്ല ആഡ് സെറ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണം. അതായത് ഒരു ക്യാമ്പയിനിൽ 15 ആഡ് സെറ്റ് വെച്ചിട്ടായിരിക്കും 15 അല്ല, ഒരു ക്യാമ്പയിനിൽ ഒരു ആഡ് സെറ്റിൽ 15 ആഡ് അങ്ങനെ ആയിരിക്കും ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനകത്ത് നമ്മൾ അതങ്ങോട്ട് നമ്മൾ എന്താ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തതിനെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആഡിനെ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം അത് എമൗണ്ട് ഇപ്പോൾ 100 രൂപയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 20% അല്ലെങ്കിൽ 30% ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ നമുക്ക് പയ്യ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മെറ്റ വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ചുമ്മാ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. 100 രൂപക്കോ അല്ലെങ്കിൽ 200 രൂപക്കൊന്നും നമ്മൾ ഓഡിയൻസിനെ മെറ്റാക്ക് മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ എത്രത്തോളം എമൗണ്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണോ ആ രീതിയിലായിരിക്കും പെർഫോം ചെയ്യുക. അപ്പൊ അതായത് ഇപ്പൊ ഈ രീതിയിൽ 15 ഓഡിയൻസിനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതൊരു 1000 എങ്കിലും പെർ ഡേ നമ്മൾ ഒരു ആഡിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ആ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഈ കിട്ടുന്ന ഡേറ്റാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ കസ്റ്റമറിന്റെ വിവരങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ കിട്ടുന്നത്. ഈ വിവരങ്ങൾ വെച്ചിട്ട് വേണം പിന്നീട് പെർഫോം ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വന്നിട്ട് ഇപ്പൊ ഒരു പരസ്യം വർക്ക് ചെയ്തതിനു ശേഷം പറയാണ്, അയ്യോ ഞാനിപ്പോ ചെയ്തേക്കണ ഓഡിയൻസ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ചെയ്തേക്കണ വീഡിയോയുടെ ഹെഡിങ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ബഡ്ജറ്റ് തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതിന് 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എഡിറ്റിങ്ങാ. അങ്ങനെ വരുമ്പോൾ തന്നെ അതിന്റെ ആ ആഡിന്റെ പൈസ പോയി തന്നെ തീരുമാനിച്ചാൽ മതി. കാരണം നമ്മളൊരു ആഡ് വർക്ക് ചെയ്തതിന് 24 മണിക്കൂർ കഴിഞ്ഞാലാണ് എഡിറ്റിംഗ് പോലും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയണത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യാം, ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇതിനകത്ത് ഈ വീഡിയോ കറക്റ്റ് ആണോ, ഇതിന്റെ ഓഡിയൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിലേക്ക് തന്നെയാണോ കൊണ്ടുവന്നേക്കണം, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് തന്നെയാണോ, അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എഡിറ്റിംഗ്. പിന്നെ നമ്മളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ്, ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ പരസ്യം റൺ ചെയ്തു, പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മൾ കൊടുത്തു, അതിനകത്ത് പിറ്റേ ദിവസം അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കാരണം കൊണ്ട് നമ്മൾ അതിന്റെ ഇമേജ് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അതും നമ്മുടെ മെറ്റയുടെ ആ പരസ്യത്തിന് ബാധിക്കും. അതായത് നമ്മൾ ഓരോ എഡിറ്റിങ്ങും പബ്ലിഷ് ചെയ്യണതിനനുസരിച്ച് ഇത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഒരു 3 ദിവസം തൊട്ട് 4 ദിവസം വരെയാണ് ഇതിന് സമയം കൊടുക്കേണ്ടത് ഓരോ ക്രിയേറ്റീവിനും. അപ്പൊ അത്രയും സമയം നമ്മൾ കൊടുത്താൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു എഡിറ്റിംഗ് കഴിഞ്ഞാൽ കുറച്ച് ടൈം അതിന് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് എടുത്ത് അതിന് ഒരു ഇൻട്രസ്റ്റ്, ഇപ്പൊ സോളാർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതുമായി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ സെലക്ട് ചെയ്തു. ഡ്രസ്സിന്റെ ആണെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്തെന്ന് ഓർക്കുക. നമ്മൾ അതിന് ഒരു 100 പേരെ കണ്ട്, അതായത് ചിലര് ജ്വല്ലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എൻഗേജഡ് ഷോപ്പേഴ്സ്, ഓൺലൈൻ ഷോപ്പേഴ്സ്, റീറ്റെയിലിംഗ്, അങ്ങനെ കുറെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അത്രയും ഒരു ടൂ മെനി ഇൻട്രസ്റ്റുകൾ കൊടുത്തതിനാൽ മെറ്റ വർക്ക് ചെയ്യില്ല, അതിന് മനസ്സിലാവില്ല. അതിങ്ങനെ പല പല രീതിയിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് നമ്മുടെ എമൗണ്ട് പോകുന്നല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ വരില്ല. ഇനിയിപ്പോ നിങ്ങളൊരു ലാൻഡിംഗ് പേജിലേക്കാണ് ഇവരെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ ഇപ്പൊ നമ്മളൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മളത് അവിടെ ഇട്ടിട്ട് പോകൂലേ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ പിക്സൽ, അതായത് പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റിന് മെറ്റയായിട്ട് അതായത് നമ്മുടെ ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ ആ ലാൻഡിംഗ് പേജ് കാണുന്നുണ്ട്, അതിനകത്ത് നിന്ന് ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നത്, അപ്പൊ ഈ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റയും ലാൻഡിംഗ് പേജും കൂടി ഒരു കോഡ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതിനാണ് പിക്സൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വാട്സപ്പിലൊക്കെ നിങ്ങൾ വരുന്ന ആൾക്കാരും ഇപ്പൊ ഈ രാവിലെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ ഓട്ടോപേ പോലെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട് വാട്സപ്പിന് ഓട്ടോമേഷൻ ഉള്ളത്, ആ രീതിയിലുള്ള ടൂൾസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിലേക്ക് വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളതാണ്. ചുമ്മാ വാട്സപ്പിലേക്ക് ആൾക്കാരെ വരുത്താണ്ട് അവരുടെ എന്നിട്ട് ഫോൺ നമ്പർ, മെയിൽ ID, പേര്, ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് സെയിൽസ് നടക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അത് തിരിച്ച് മെറ്റക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഫോളോ അപ്പ്, കറക്റ്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം.
മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇമോഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കരുത്. അതായത് ഒരു വീഡിയോയിൽ ആരെങ്കിലും നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ആ വീഡിയോ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പൈസ ഇട്ട് 100 ഇട്ടിട്ടും അതിനകത്ത് റിസൾട്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇമോഷണലി ശരിക്കും പറഞ്ഞ ഡിസിഷൻ എടുക്കരുത്. നമ്മൾ അതിന്റെ മെട്രിക്സ് നോക്കുക, നല്ല രീതിയിൽ ക്ലിക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കുക, ആ വീഡിയോയുടെ CTR കൂടുതലാണോ നോക്കുക, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കരുത്. അതായത് ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്കൊന്നും വന്നിട്ടില്ല, മെസ്സേജ് വന്നിട്ടില്ല, അതിനങ്ങനെയല്ല. അതിനൊരു ടൈം കൊടുക്കുക. നിങ്ങളൊരു ആഡ് ഇന്ന് പബ്ലിഷ് ചെയ്തതിന് 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു പക്ഷെ അത് പെർഫോം ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ അതിന് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ. നല്ല രീതിയിൽ ഇന്നത്തെ സമയത്ത് നിങ്ങൾ ഇൻട്രസ്റ്റിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നല്ലൊരു ക്രിയേറ്റീവ് കൊടുക്കുക, നല്ലൊരു ഓഫർ കൊടുക്കുക. അതായത് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വെച്ചാലും ഇത്ര രൂപക്ക് ഇന്ന പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പഠിക്കാൻ. ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഓഫറിലായിരിക്കും വീഴുന്നത്. അപ്പൊ ഓഫർ കൊടുക്കുക, കറക്റ്റ് ആയിട്ട് അവരെ ട്രാക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ അവരെ ഫോളോ അപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നല്ല രീതിയിൽ സെയിൽസ് എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സമയത്ത് മെറ്റ എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം നമുക്ക് ജസ്റ്റ് ഒന്നൊരു നമ്മുടെ ഒരു ഇപ്പൊ നമ്മള് പരസ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ ChatGPT നമ്മുടെ മെറ്റയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റ്, അതായത് ഇന്ന ആൾക്കാരെ എനിക്ക് വേണം, ഇന്നത് വേണം, ഈ ഇഷ്ടങ്ങളുള്ളവർ വേണം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മൾ വീഡിയോ അത്രത്തോളം പെർഫെക്റ്റ് ആവും, അത്രത്തോളം ആ രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ആൻഡ്രോമേഡ അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.